இருத்தோடு எடுத்து வா குருவாடு எடுத்து வா ஒரு சூடு எடுத்து வா வா இருத்தோடு எடுத்து வா குருவாடு எடுத்து வா எடுத்து வா 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 വെൽക്കം ടു ചങ്സ്റ്റോക്ക്. അപ്പൊ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് സൂര്യണ്ണന്റെ കങ്കുവ മൂവിയിലെ ഫസ്റ്റ് സോങ്ങിന്റെ ആണെന്ന് തോന്നുന്നുണ്ട്. ഫസ്റ്റ് സോങ് തന്നെയാണ്. ഫസ്റ്റ് സോങ് വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണെന്ന്. ഹാപ്പി ബർത്ത്ഡേ സൂര്യണ്ണ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സ്പെഷ്യൽ ഡേയിൽ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇയർ ഈ വർഷമാണ് ഈ ദിവസമാണെന്ന് തോന്നുന്നു കങ്കുവയുടെ ഒരു ഫസ്റ്റ് ഗ്ലിംസ് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം നമ്മൾ ഈ സൂര്യ 44 വന്ന പോലെ ആ ഒരു ടൈമിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇപ്പൊ വന്നിരിക്കുന്ന ഒരു ഫയർ സോങ് എന്നുള്ളൊരു സംഭവമാണ്. നമുക്കറിയാം സൂര്യനൻ പ്ലസ് ബോബി ഡിയോൾ ഇവര് രണ്ടുപേരുടെയും ആ ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും വെയിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇതിന് മുന്നേ ഇറങ്ങിയിട്ടുള്ള പല അപ്ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും ഒരു പ്രതീക്ഷാ സംഭവം എവിടെയോ കാണാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ആദ്യം ഇറങ്ങിയ ഗ്ലിംസ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോളക്സിന്റെ അപ്പനായിട്ട് വരെ ഈ ഒരു ക്യാരക്ടർ അത്രയും ഭയങ്കര നമ്മളല്ലേ ഒരു കൊലമാസ സംഭവം ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ ശിവയാണ് ഇതിന്റെ ഡയറക്ടർ. പിന്നെ അതുപോലെ DSPയുടെ മ്യൂസിക് ആണ്. അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു ഫയർ സോങ് എന്താണെന്നുള്ളത് കണ്ടുനോക്കാം. ലിറിക്കലാന്ന് തോന്നുന്നു. റെഡി? Calm your mind with chakra based meditation music. Saregama Karwa Wellness. Oh. കൊറേ സിംഗേഴ്സ് ഉണ്ടല്ലോ. മൺതോன்ற കാലത്തെ മുൻതോன்றிய മുത്തക്കുടിയാതെ എന്തോன்ற കാലത്തെ എണ്ണിക്കை பார்க்கக்கூடியாതെ ஆதித்தி சுடர் வெள்ளம் அணையாமல் காத்தல் குடி தீமென்று தீத்தின்று தீக்காடாய் வாழும் குடி இருத்தோடு எடுத்து வா குருவாடு எடுத்து வா ஒரு சூடு எடுத்து வா வா இருத்தோடு எடுத்து வா குருவாடு எடுத்து வா ஒரு சூடு எடுத்து வா 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 സോങ്ങിന്റെ വിഷയം പക്കയായിരിക്കും അല്ലേ? ഇടിയിടിത്തത് മഴയടിത്തത് അടിത്തത് പുയലും മലയുടൈത്തത് അലയെഴുന്നത് എഴുന്നത് പ്രളയം കല്ലോടും ഉള്ളോടും കാற்றോടും പോരാടി പല്ലാണ്ട് വാഴും ഇനം പൊറിവിഴുന്നത് വനം എറിந்தது കിരിந்தது നദിയും മുകികരിந்தது നിലം തരിந்தது തിരിந்தது പരുവം അങ്കാര കൂത്താടി അണലുക്കുൾ നീരാടി മേലേറി വന്ന ഇനം ഫുൾ കാർ എഫക്ട് ആ ഒരു ഏരിയ കാണിക്കുന്നുണ്ട്. ഒരു സൂട് എടുത്ത് വാ വാ ഇരുത്തോട് എടുത്ത് വാ ഒരുപാട് എടുത്ത് വാ ഒരു സൂട് എടുത്ത് വാ 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 വാ
റോക്ക് സ്റ്റാർ. ഫയർ സോങ്, ഇറ്റ്സ് ആക്ച്വലി ഫയർ. കംപ്ലീറ്റ് തീ സോങ് അല്ലേ? തീ സോങ്. അതായത് ആ ഒരു ബിറ്റ്വീൻ വിഷ്വൽസ് കാണിക്കുമ്പോൾ ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ഏതൊരു ഏരിയയിലായിരിക്കും ഗോണ ബി പ്ലേസ്ഡ് മൂവിയിൽ. അതാണ് സംഭവം. കാരണം ഇതിൽ ഏകദേശം ഒരു 3-4 ഗെറ്റപ്പ് ഉണ്ട് അല്ലെ? സൂര്യണ്ണന്റെ ഒരു 3-4 ഗെറ്റപ്പ് ഉണ്ട്. പക്ഷെ അതിനകത്ത് ഈ ഒരു ഗെറ്റപ്പാണ് കൂടുതലും കാണിക്കുന്നത്. എനിക്ക് 1 or 2 കാണിച്ചിട്ടുണ്ട് തോന്നുന്നു. പക്ഷെ അത് അത്ര വലിയ കാര്യമായിട്ട് കാണിക്കുന്നില്ല. 2 കാണിച്ചേക്കുന്നത്. അതായത് ഒന്ന് ഈ ഒരു ലുക്കും പിന്നെ അതൊരു കുറച്ചൊരു മോഡേൺ ലുക്കും ഉണ്ട്. നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒരു ലുക്കും ഉണ്ട്. പിന്നെ ഒരു പഴയ ലുക്ക് എവിടെയോ കാണിച്ചു പോലെ ഞാൻ കണ്ട 2 ഫേസ് ഓഫ് ലുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ സംഭവം എന്ന് വെച്ചാൽ ഇതാണ്, ഈ ലുക്കാണ് നമ്മളെ കാണിക്കുന്നത്. ഫസ്റ്റ് തൊട്ടിട്ട് കാണിക്കുന്ന ലുക്കാണ് ഇത്. ഏകദേശം ഭയങ്കര ഒരു എന്താ പറയാ, എന്തിനെ പറയാ, ഭയങ്കര രൗദ്രം ഭാവങ്ങളുള്ള ഒരു സംഭവമായിട്ടാണ് കാണിക്കുന്നത്. അത് സോങ്ങിലടക്കം ആ ഒരു രൗദ്ര ഭാവം ഉണ്ട്. പിന്നെ ഇതിന്റെ കുറെ കഥകളെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഫസ്റ്റ് ലോട്ട്സ് ഓഫ് കമന്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് ദീസ് കൈൻഡ് ഓഫ് പീപ്പിൾ വെർ ദേർ, അതിന്റെ ഒരു സംഭവമായിട്ടാണ് അവർ എടുത്തിരിക്കുന്നത് എന്നുള്ളത്. ആൻഡ് ഐ ആം വെയിറ്റിംഗ് ഫോർ എക്സ്പീരിയൻസ്, എസ്പെഷ്യലി ദ വിഷ്വൽ എക്സ്പീരിയൻസ്. ആ ഒരു കാർഡും സംഭവങ്ങളൊക്കെ കുറച്ചും കൂടി ഒരു നമ്മളൊരു യൂഷ്വൽ കാണുന്ന ഒരു മൂവിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഫാന്റസി രീതിയിൽ അല്ലെ? ആ കാർഡിന്റെ എഫക്റ്റിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ബീജിയം കേട്ടോ. അതായത് ഈ ഒരു സോങ് ഭയങ്കര ആ ഒരു ബീറ്റ് നമുക്ക് ആ ഒരു കാർഡിന്റെ മൂഡ് തരുന്ന രീതിയിലുള്ള ബീറ്റ് ആയിരുന്നു. ഒരു ഓളം ഉണ്ടായിരുന്നു അല്ലെ? നമ്മളിങ്ങനെ പാട്ട് എൻജോയ് ചെയ്ത് അങ്ങനെയാണ്, ആ ഒരു രീതിയിലായിരുന്നു. ഭയങ്കര ഇങ്ങനെ ഒരു ലൂപ്പിൽ പെട്ടിട്ട് ആ ഒരു എൻജോയ്മെന്റിലോട്ട് പോവാൻ. 4 സിംഗേഴ്സ് ഉണ്ട്. 4 സിംഗേഴ്സിന്റെ വോയിസ് ഇങ്ങനെ വരുന്നുണ്ട്. ആരുടെയാണെന്നുള്ള പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ 4 പേരും ഏകദേശം ആ ഒരു കോറസ് എന്നുള്ള ഒരു രീതിയിലാണുള്ളത്. പക്ഷെ 4 പേരുടെയും വോയിസ് എവിടേക്കോ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ബട്ട് എന്നാലും ആ ഒരു പാട്ടിനോട് ഭയങ്കര ഒരു എഫക്റ്റും കൊടുക്കുന്നുണ്ട്. അതായത് ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് ആ ഒരു സോങ് അവർ സിംഗേഴ്സ് നന്നായിട്ട് പാടിയിട്ടുള്ളത്. പിന്നെ അതിന്റെ പോലെ തന്നെ റോക്ക് സ്റ്റാർ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഗംഭീരമായിട്ട് തെളിയിച്ചിട്ടുണ്ട്. DSP ഭയങ്കര ബീറ്റ് അല്ലെ? എന്താ രസം എന്നറിയാം. അവസാനത്തോട്ട് വരുന്ന സമയത്ത് ആ ഒരു ഫീൽ ഇങ്ങനെ ഉള്ളോട്ട് കേറിപ്പോ ഇടയ്ക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇല്ലേ? ഇടയ്ക്ക് ഇങ്ങനെ കുറച്ചൊരു ലോ പോർഷൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമ്പോൾ എന്ന് വെച്ചാല് വേറൊരു ഫീലാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇത് വെച്ച് കേൾക്കുമ്പോൾ അതിന് വേറൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെയാണ് നോർമലി കേൾക്കുന്നതിനേക്കാളും. അപ്പൊ അതൊരു വൈബ് സോങ്, ഒരു കാർഡിന്റെ ഒരു വൈബ് സോങ് അല്ലെ? കാർഡിന്റെ കംപ്ലീറ്റ് വൈബ് ഉണ്ട്. പിന്നെ സൂര്യണ്ണന് പറയണ്ട, അവരിടയ്ക്ക് ഒറ്റ ഷോട്ടാണ് നമ്മളെ കാണിച്ചത്. അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ഭയങ്കര രസമായിരുന്നു കാണാൻ. എനർജറ്റിക്, ലൈക്ക് ഇസ് എനർജി ലെവൽ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ലൈക്ക് ഓ മൈ ഗോഡ്. കാരണം ആ ഒരു വാള് 2 കൈയിലും വാള് വെച്ചിട്ടാണ് ഈസ് ഡൂയിങ് ദാറ്റ് സ്റ്റെപ്സ് ലൈക്ക് ഓൾ ദ അതർ പീപ്പിൾ ടു. എല്ലാവരും അങ്ങനെ ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ലൈക്ക് ഒരു യൂണിഫോമിലി വരുന്ന സമയത്ത് ആ ഒരു വിഷ്വല് ഭയങ്കര ഭംഗിയുണ്ട് ഇല്ലേ? അത് പ്രത്യേകിച്ച് ആ ഒരു ഫുൾ ഫയർ, പേര് പോലെ തന്നെ ഇറ്റ്സ് എ ഫയർ സോങ്. അപ്പൊ ഫയർ സോങ് ഫയർ ആയിരുന്നു, മൊത്തത്തിലൊരു ഫയർ ആയിരുന്നു വേണമെങ്കിൽ പറയാം. ശരിക്കും കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ബർത്ത്ഡേ നൈറ്റിലായിരുന്നു ഇതുപോലെ നൈറ്റിൽ ഒരു ഫയർ തന്നത്. ഇപ്പൊ ഏകദേശം ഡേ ടൈം ആണ് ഫയർ തന്നേക്കണേ. ഫയർ തന്നെയാണ് മൊത്തത്തിൽ തരുന്നത്. അപ്പൊ എന്തായാലും നല്ല പ്രതീക്ഷയാണ് കങ്കുവ എന്ന് പറഞ്ഞ മൂവിന്റെ അകത്ത്. ആൻഡ് ഒന്നും പറയാനില്ല, അത്രേ ഉള്ളൂ. So waiting for the magic, waiting for more updates from this movie, waiting for theater experience. കട്ട സംഭവമാണ്. വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. Bye.